കാരണം ഇവിടെ ഈ പടക്കം നിർമ്മിച്ചതിൻ്റെ സാധനങ്ങളൊക്കെ തന്നെ കാണാം. ഇവിടെ ഈ ഓലപ്പടക്കം നിർമ്മിച്ച് അത് പെട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഇവിടെ വെള്ളം അടിച്ചതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓലപ്പടക്കം ഇതാ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഓലപ്പടക്കമാണ് ഈ ബോക്സിൽ മുഴുവനായിട്ടും ഉള്ളത്. അപ്പോൾ ഇതിനോടകം തന്നെ ആ പണി, അതായത് അല്പം മുമ്പ് ഈ വീട്ടുടമയുടെ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഓലപ്പടക്കത്തിൻ്റെ ഓല ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, പെട്ടികളിലാക്കി ഓലപ്പടക്കം വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചാക്കിലും ഇത്തരത്തിൽ ഓലപ്പടക്കമാണുള്ളത്. അപ്പം വലിയ അളവിൽ ഇവിടെ ഈ പടക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് ഇത് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഈ വീട് വാടകയ്ക്ക് കൊടുത്ത ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. മാത്രമല്ല എത്രത്തോളം അപകടമാണ്, എത്ര വലിയ പൊട്ടിത്തെറിയാണ് ഇവിടെ നടന്നത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ഇതിൻ്റെ പുറകുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ പുറകു വശത്തേക്ക് വന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ഭീകരത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അത്ര വലിയ ഒരു പൊട്ടിത്തെറിയാണ് നടന്നിട്ടുള്ളത്. കാരണം ഈ വീടിൻ്റെ പിറകുവശം അത് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. മാത്രമല്ല ഓടിട്ട വീടാണ്, മേൽക്കൂരയും പകുതിയിലധികം ഭാഗം തകർന്നിട്ടുണ്ട്. അത്രയും വലിയ പൊട്ടിത്തെറിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. മാത്രമല്ല ഈ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. കാരണം ഇവരുടെ വിശദാംശങ്ങൾ ഇവർക്കാർക്കും തന്നെ അറിയില്ല. ഏകദേശം 6 മാസക്കാലമേ ആയിട്ടുള്ളൂ ഇവിടെ ആളുകൾ വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ട്. മാത്രമല്ല ഈ പ്രദേശത്തുള്ള ഇതിന്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് ഇവരുടെ സഹോദരൻ താമസിക്കുന്നത്. അതായത് ഈ വീട് വാടകയ്ക്ക് കൊടുത്ത വ്യക്തിയുടെ സഹോദരൻ താമസിക്കുന്നത്. അപ്പോൾ അവരാണ് ഇന്നലെ ഇത്തരത്തിൽ ഈ പടക്കത്തിന്റെ ഓല ഉണക്കാൻ വെച്ചത് കണ്ടത്. ആ ഘട്ടത്തിൽ ചോദിച്ചപ്പോൾ ലൈസൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വീട്ടിൽ ഇത്തരത്തിൽ ഈ പടക്ക നിർമ്മാണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ വാടകയ്ക്ക് കൊടുത്ത വ്യക്തിക്ക് അറിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അല്പസമയം മുമ്പ്, ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ മരിച്ച ആളുകളുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന കാര്യം ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ പടക്ക നിർമ്മാണം അത് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അനുമതികൾ വേണം. മാത്രമല്ല ഇത്തരത്തിലുള്ള ഇടങ്ങളിലല്ല ഇത് നിർമ്മിക്കാറുള്ളത്. അതീവ സുരക്ഷയോട് കൂടിയിട്ടാണ് ഇത്തരം നിർമ്മാണങ്ങളൊക്കെ നടത്തേണ്ടതുള്ളത്. അത്തരം ഒരു നിർമ്മാണം ഈ വീട്ടിൽ നടന്ന ഘട്ടത്തിൽ അതെങ്ങനെയാണ് നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. മാത്രവുമല്ല വലിയ അളവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ വീടിൻ്റെ മുൻവശത്ത് വലിയ അളവിലാണ് ഇത്തരത്തിൽ പടക്കം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. വലിയ ചാക്കുകളിലായിട്ടും അതുപോലെ തന്നെ ബോക്സുകളിലാക്കിയൊക്കെ തന്നെയാണ് ഓലപ്പടക്കം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഈ ബ്ലാസ്റ്റ് അത് എങ്ങനെയാണ് ആ ബ്ലാസ്റ്റിലേക്ക് നയിച്ചത് എന്നടക്കം കാര്യങ്ങൾ നോക്കുകയും വേണം. ഇപ്പോൾ ആളുകൾ, അതായത് കൂടുതൽ ആളുകൾ, ഈ സംഭവം നടന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഇവിടെ എത്തി ഈ പടക്കത്തിലൊക്കെ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇനി ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറി സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ അപ്പോൾ ഈ പടക്കം ഏതെങ്കിലും സാഹചര്യത്തിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെള്ളം, ഈ പടക്കത്തിലൊക്കെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുമുണ്ട്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്, ഈ ബോക്സിലുണ്ട്, ഒപ്പം തന്നെ ഈ ചാക്കിലുണ്ട്, ഈ ബോക്സിലുണ്ട്, ഒപ്പം തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ ബോക്സുകളിലും ഇത്തരത്തിൽ എല്ലാ ബോക്സിലും ഇത്തരത്തിൽ പടക്കമുണ്ട്.